Good evening, all. Can you hear me? എന്നെ കേൾക്കാവോ? വോയിസ് ഓക്കെ ആണോ? ഹലോ. കേൾക്കുന്നുണ്ട്. Thank you. Good evening, all, and I'm so happy and Good grateful evening, ma'am. in this session. എല്ലാവരും ഈ ഒരു സെഷനിൽ കാണുന്നതിൽ അല്ലെങ്കിൽ ഒരു സെഷനിലേക്ക് ജോയിൻ ആയിട്ടുള്ള എല്ലാവരെയും ഈ ഒരു ഈവനിങ്ങിൽ നല്ലൊരു സെഷനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് എ ക്വാളിറ്റി ലൈഫ്, നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താന്നുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ? ടോപ്പിക് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ജസ്റ്റ് ലിങ്ക് മാത്രമല്ല, നമ്മുടെ ടോപ്പിക്കും കൂടെ കണ്ടിട്ടാണല്ലോ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ? എന്റെ കഴിഞ്ഞ സെഷനിലുള്ള ആരെങ്കിലും ഒക്കെ ഇന്നത്തെ സെഷനിൽ ജോയിൻ ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളായിരിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി, ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ ഹിയർ. എന്താണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ നിലവാരമുള്ള ഒരു ജീവിതം സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്കൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. നിലവാരമുള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓൾറെഡി ഉള്ള ലൈഫിന് നമ്മൾ നല്ല നിലവാരത്തിൽ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്. എന്നാലും നിലവാരം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു നിലവാരമുള്ള ലൈഫ് ക്രിയേറ്റ് ചെയ്യാം, ക്വാളിറ്റി ലൈഫ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി ലൈഫ് കൊണ്ട് ക്വാളിറ്റി ലൈഫിലേക്ക് എത്താന്ന് പറയുമ്പോൾ അത് ഏത് തലത്തിലേക്ക് എത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊന്ന് പറയാമോ? ഒന്ന് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ ഒന്ന് പറയാമോ? ഈ ക്വാളിറ്റി ലൈഫ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ ലൈഫ് ക്വാളിറ്റി ഉള്ളതാകും, നിലവാരം ഉള്ളതാകും, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആരെയും ക്യാമറയിൽ കാണുന്നില്ല, ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാലും ഐ എം സോ ഹാപ്പി, എനിക്ക് എന്നെ കാണാലോ. ഒന്ന് പറയാമോ? വിവാത്തു മാം, താങ്ക് യു സോ മച്ച്. ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാണുന്നുണ്ട്, പേരറിയില്ല, എന്നാലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു. താങ്ക് യു മാമിന്റെ പേരൊന്ന് പറയാമോ? ഐഫോൺ എന്ന് പറഞ്ഞ് കാണുന്ന ശാരീരികവും മാനസികവും സാമ്പത്തിക ഭദ്രത ചുറ്റുപാടുകളെല്ലാം നന്നാവുന്ന രീതിയിലുള്ള ഒരു ജീവിതം ലൈഫ്. നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അതേപോലെ ചുറ്റുപാടുകളൊക്കെ നന്നാവുന്ന ഒരു ജീവിതം. ഗ്രേറ്റ്, നല്ലൊരു ആൻസർ ആണ് മാം പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു മാം. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് എങ്ങനെയാണോ അതുപോലെ അംഗീകരിച്ച് നമ്മളെ ഭയങ്കര എന്താ പറയണ്ടേ, നമ്മള് സെൽഫിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കേണ്ടത്. വണ്ടർഫുൾ ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ സെൽഫിനെ അറിഞ്ഞിട്ടില്ലേ, നമ്മളുടെ ആ സെൽഫിനെ അറിഞ്ഞിട്ട് നമ്മളിൽ ആ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ജീവിതം. വേറെ എന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും പറയാനുണ്ടോ? ടൈപ്പ് ചെയ്താണെങ്കിൽ അങ്ങനെ പറയാം. ഇനി അതല്ല നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ. വേറെ എന്തെങ്കിലും ഐഡിയാസ്? ഈ ക്വാളിറ്റി ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്, എന്ത് കിട്ടിയാലാണ് അല്ലെങ്കിൽ എവിടെ എത്തിയാലാണ് എൻ്റെ ലൈഫ് ക്വാളിറ്റി ഉള്ളതാവുക? അങ്ങനെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? സ്വന്തം ഒരു തീരുമാനം എടുക്കണം നമ്മള്, നമുക്ക് ലൈഫിൽ വിജയം ഉണ്ടാവും എന്നുള്ള. വീഡിയോ ഓഫ് ആക്കാണ്, സോറി. കുഴപ്പമില്ല. ഖദീജ മാമിന്റെ ശബ്ദം കേട്ടാൽ തന്നെ എനിക്കറിയാം ഖദീജ മാം ആള് എന്നുള്ളത്. കാരണം നമ്മളെ വെബിനാറിൽ എപ്പോഴും വരുന്ന ആളാണ്. സ്വന്തമായിട്ട് ഒരു തീരുമാനം, നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തും എന്നുള്ള ഒരു കോൺഫിഡന്റ് നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കണം. അല്ലാതെ നമ്മളൊരു മനസ്സിൽ വെച്ചതിനോട് കാര്യമില്ല. സ്വന്തമായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിക്കണം, അതിലേക്ക് എത്തണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വേറെ എന്തെല്ലോ കാര്യങ്ങൾ കൂടെ അവിടേക്ക് ആഡ് ആയി വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് 2-3 ആൻസർ കിട്ടി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോകാം. അതായത് നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ സെൽഫിലുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ നമ്മൾക്കൊരു കുറെ കാര്യങ്ങളാണ് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും ഞാൻ പറയട്ടെ, ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, എന്നാലും ചിലരുടെ ഒക്കെ മൈൻഡിലെങ്കിലും അല്ലെങ്കിൽ
ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എത്തുന്നതിന് മുമ്പേ ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ക്വാളിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ, ഞാനും അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ക്വാളിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല റിച്ച് ആയിട്ടുള്ള, അതേപോലെ നല്ല സമ്പത്തുള്ള, ഒരുപാട് പൈസയൊക്കെ ഉള്ള, അതെ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, അല്ലെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് ചുറ്റിക്കറങ്ങി, എന്താ പറയാ, ഇഷ്ടമുള്ള വണ്ടിയിലൊക്കെ വാഹനത്തിലൊക്കെ യാത്ര ചെയ്ത്, അതാണോ ക്വാളിറ്റി ലൈഫ് എന്നൊക്കെ ഉള്ളൊരു അല്ലെ, അതാണ് ക്വാളിറ്റി ലൈഫ് എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമൊക്കെ. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് സമ്പത്ത് ഉണ്ടെങ്കിൽ, പണം ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈഫായി എന്നുള്ളൊരു ഉണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അങ്ങനെ അതും അതിന്റെ ഭാഗമാണോ? നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇല്ല, ആർക്കും അഭിപ്രായം ഇല്ല. അപ്പൊ ജസ്റ്റ് ഒരു കുറച്ച് സമയത്തേക്ക് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ സ്റ്റേ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് ക്വാളിറ്റി ലൈഫ്, അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണോ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണോ? നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെ, നമ്മൾ ഈ ഒരു ഭൂമിയിൽ വന്ന് ജനിച്ച്, അല്ലെ, കുറെ കാലം നമ്മൾ ഇവിടെ ഉണ്ടാകും. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് അവിടെ, ആ ഒരു ലൈഫ് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലേ നോക്കിയാൽ, അവിടെ നമുക്ക് നോക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ നോക്കണം. നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ. പ്രത്യേകിച്ചും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ ചാൻസേ ഉള്ളൂ, അല്ലെ. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ, ഒരു എക്സാം ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ 10ാം ക്ലാസ്സിലെ എക്സാം ആണെങ്കിൽ, ഒരു എൻട്രൻസ് എക്സാം ആണെങ്കിൽ, വാട്ടർ ഇറ്റ് മേ ബി, ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, നമുക്ക് ഒന്നുകൂടെ ഞാൻ നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയാം. ഞാൻ ഒന്നുകൂടെ, അല്ലെങ്കിൽ സേ എക്സാം എഴുതാം, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. കുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ് റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ എഴുതി നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. പക്ഷെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ, 1 and only ചാൻസ് ആണ് നമുക്കിവിടെ. ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഒരേ ഒരു ലൈഫാണ് നമുക്കുള്ളത്. അപ്പൊ ആ ഒരു ലൈഫിനെ നമുക്ക് കിട്ടിയ ശരിക്കും ഒരു ഗിഫ്റ്റ് തന്നെയാണ്. നമുക്കൊരു ലൈഫ് എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതൊരു ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റിന് നമുക്ക് അതിനൊരു ക്വാളിറ്റി എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ, അത് നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളിലൂടെ നടന്നു പോകേണ്ട, നമ്മളിലൂടെ നടന്നു പോകേണ്ട, അല്ലെങ്കിൽ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കിട്ടേണ്ട, നമ്മളിലൂടെ നമ്മൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലർ അതിനെ പർപ്പസ് എന്ന് പറയും, ലൈഫിന്റെ പർപ്പസ് എന്ന് പറയും. ചിലതിനെ ലൈഫിന്റെ ഒരു ഫുൾഫിൽമെന്റ് എന്ന് പറയും, അല്ലെ, ഒരു സമാധാനത്തിൽ ജീവിക്കുക എന്ന് പറയും, ഒരു ഇന്നർ പീസ് എന്ന് പറയും ചിലര്. അപ്പൊ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫുൾഫിൽമെന്റ്. എന്ത് ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് പിന്നീട് നമുക്കതൊരു, അല്ലേ, വേണ്ടിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നതിനേക്കാൾ കുറച്ചൊക്കെ നമ്മളെ സന്തോഷം മാറ്റി വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തിട്ട് പിന്നീട് നമുക്ക് തോന്നാം അതൊരു ഫുൾഫിൽമെന്റ്. ഞാൻ അങ്ങനെ ചെയ്തത് എത്രയോ നന്നായി, എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി എത്രയോ, അങ്ങനെ തോന്നുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഉള്ളതാണ്. ചിലപ്പോൾ ദാറ്റ് മൊമെന്റ് നമ്മൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും, അല്ലെ, നമുക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഹാപ്പിനെസ് ഉണ്ടാകും, ഫീലിംഗ് ഫുൾഫിൽഡ് ഉണ്ടാവും, അതേപോലെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ശരിക്കും നമ്മുടെ ക്വാളിറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു പർപ്പസിനെ മീറ്റ് ചെയ്യുക. എന്താണ് എന്നിലൂടെ, ഞാൻ എന്ന വ്യക്തി ഒരു ഭൂമിയിൽ ജനിച്ചിട്ട് ഇവിടെയുള്ള റിസോഴ്സസ് ഞാൻ യൂസ് ചെയ്തിട്ട്, അല്ലെ, വെള്ളം, വെളിച്ചം, ഒരുപാട് ആളുകൾ അനുഭവിക്കേണ്ട, ഒരുപാട് ആളുകൾക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നിലൂടെ എന്ത് മറ്റുള്ളവർക്ക് കിട്ടുന്നുണ്ട്? എനിക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അത് മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള, നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും
എല്ലാത്തിനെയും നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ക്വാളിറ്റി ലൈഫാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടെങ്കിൽ, ബാങ്ക് ബാലൻസ് കുറെ ഉണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ചൊരു വണ്ടി മുന്നിൽ നിർത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ക്വാളിറ്റി ലൈഫ് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇതൊക്കെ വേണം. ആ കൂടെ തന്നെ ഇതിനൊക്കെ ഒപ്പം തന്നെ നമുക്ക് ആ ഒരു ഇന്റേണൽ പീസ്, മാനസിക സമാധാനം, ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്ക് വേണം. അവിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, ഹെൽത്ത് വരുന്നുണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് മറ്റുള്ളവരോടുള്ള റിലേഷൻഷിപ്പ്, നമ്മളെ ഒരു ആപത്തിലെ സഹായിക്കാൻ നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ? നമ്മളുടെ ലൈഫ് ക്വാളിറ്റി ഉള്ള ലൈഫ് അല്ലായിരുന്നു എന്നാണ്. അതേസമയം നമുക്കൊരു ആവശ്യം വരികയാണ്, അങ്ങനെയല്ലേ? നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? യു ആർ ലീഡിങ് എ ക്വാളിറ്റി ലൈഫ്. നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു അടയാളങ്ങളാണ്. നമ്മളോട് ആളുകൾ നിരന്തരം വഴക്കിടുന്നുണ്ടെങ്കിൽ, നമ്മളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ അവിടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എന്തോ പോരായ്മ ഉണ്ട് എന്നല്ല അതിനർത്ഥം. അവിടെ എനിക്കെന്തോ പോരായ്മ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സെൽഫിനെ ബ്ലെയിം ചെയ്യുന്നതിനേക്കാൾ ഞാനിപ്പോ ലീഡ് ചെയ്യുന്ന ലൈഫിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യേണ്ടതുണ്ട്? കുറച്ചുകൂടെ ഒന്ന് കൂട്ടേണ്ടതുണ്ട്. ആ ക്വാളിറ്റി കൂട്ടാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നർ സെൽഫിലായാലും, നമ്മുടെ പേഴ്സണാലിറ്റി ആയാലും, നമ്മുടെ ബിഹേവിയറിലായാലും, കമ്മ്യൂണിക്കേഷൻ ആയാലും, എല്ലാ കാര്യത്തിലും നമ്മുടെ ഈവൻ അവർ സ്പിരിച്വൽ കണക്ഷൻ വിത്ത് ദ ഓൾമൈറ്റി, ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയാലും, ആ ഒരു എല്ലാ മേഖലയിലും അവിടെ നമുക്ക് എന്ത് വേണം? നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ മീറ്റ് ചെയ്യാനും നമുക്ക് പറ്റണം. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഉണ്ടതോ. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, ഇഷ്ടംപോലെ, പക്ഷെ നമുക്കൊരു ആവശ്യം വന്നാൽ നമ്മളുടെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെ കൂട്ടാൻ കഴിയും? യെസ്, അതിലേക്കാണ്. ഇതൊക്കെയാണ് നമുക്ക് കൂട്ടേണ്ടത്. നമ്മുടെ ആ സ്പിരിച്വൽ കണക്ഷൻ ആയാലും, മെന്റൽ ക്ലാരിറ്റി ആയാലും, അല്ലെ, നമ്മുടെ പർപ്പസിനെ ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യം. നമ്മുടെ എന്റെ പർപ്പസ് എന്താണ്? നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത് ക്ലിയർലി റിലേറ്റഡ് വിത്ത് നമ്മുടെ നിശ്ചയ, നമ്മുടെ പാഷനൊക്കെ ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പർപ്പസ് എന്താന്ന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമ്മൾ ശരിക്കും നല്ലൊരു SWOT അനാലിസിസ് ഒക്കെ നടത്തുമ്പോഴാണ് നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ നിശ്ച ഏരിയ എന്താണ്, അതിലൂടെയാണ് നമുക്ക് എനിക്ക് ഇന്ന കഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അല്ലെ, എനിക്ക് ഇങ്ങനത്തെ കഴിവൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തി പോലും, എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ലൈഫ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫ് റിപ്പീറ്റ് ചെയ്യാന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഇന്നർ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു യുണീക്ക്നെസ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ ഒരു ഫിംഗർ പ്രിന്റ് പോലും, എന്റെ ഫിംഗർ പ്രിന്റ് ഒരാൾക്കും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഉണ്ടാവില്ല. അതേപോലെ എൻ്റെ ഒരു ഐറിസിന്റെ ആ ഒരു എന്താ പറയുക യുണീക്ക്നെസ് അതേപോലെ തന്നെയാണ്. ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. ആ എല്ലാ ഇൻഡിവിജ്വലിനും അവരുടേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു യുണീക്ക്നെസ് ഉണ്ട്. ആ യുണീക്ക്നെസ്സിനെ, ആ ഒരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ആ യുണീക്ക്നെസ് ഇല്ലാത്ത വ്യക്തികളല്ല, എല്ലാവരും ആ ഒരു യുണീക്ക്നെസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഫിംഗർ പ്രിന്റിലുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു സ്കില്ലാണെങ്കിലും നമ്മുടെ ക്യാരക്ടർ ആയാലും അതിലൊക്കെ നമുക്കൊരു എന്തോ ഒരു യുണീക്ക്നെസ് കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോഴാണ്. അങ്ങനെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഫോക്കസ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്ന് എണീറ്റത് മുതൽ എൻ്റെ ഫോക്കസ് എവിടെയാണ്? ഞാൻ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഞാൻ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഞാൻ എന്ത് ആക്ടിവിറ്റിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? എന്ത് പ്രവൃത്തിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? ആ ഒരു തോട്ടിന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലാകും എൻ്റെ ഡയറക്ഷൻ, എൻ്റെ പോക്ക്, എൻ്റെ ലൈഫിന്റെ ക്വാളിറ്റി ഉണ്ടോ, ഞാൻ എൻ്റെ പർപ്പസുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെ ഞാൻ എൻ്റെ യുണീക്ക്നെസ്, എനിക്കുള്ള ആ യുണീക്ക് ക്വാളിറ്റിയിലേക്ക് എത്താനുള്ള ചിന്തകളാണോ എൻ്റെ കൂടെ കടന്നു പോകുന്നത്? ഈ ക്വാളിറ്റി ലൈഫ് ആണ് നമുക്ക് ലീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറെ അല്ലെ, എങ്ങനെ കൂട്ടാന്നുള്ളതിലേക്ക് ഞാൻ വരാം. കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നിങ്ങൾ ലീഡ് ചെയ്യുന്നത് ക്വാളിറ്റി ലൈഫ് ആണെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്നത് വളരെ ഫ്രഷ് ആൻഡ് എക്സൈറ്റഡ് ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കും.
അല്ലെ? രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് ചോദിക്കണം, ഞാനിപ്പോ ഇന്ന് എന്തിനാ രാവിലെ എണീറ്റത്? വി നീഡ് ടു ഹാവ് എ റീസൺ ടു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഉണരണമെങ്കിൽ കൃത്യമായ ഒരു കാരണം ഉണ്ടായിരിക്കണം. അത് എല്ലാവരും ചെയ്യുന്ന പോലെ സെയിം ആയിട്ടുള്ള റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലാതെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ, അതായത് അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ദൃഷ്ടാന്തം കിട്ടും. നമുക്ക് ആ ഒരു കാര്യം നമ്മൾ ചോദിക്കുക, ഞാൻ ഇന്ന് എന്തിനാ എണീറ്റത്? പലപ്പോഴും രാവിലെ എണീക്കാൻ കഴിയാത്തവര്, രാവിലെ ഉണരാൻ കഴിയാത്തവര്, അല്ലെങ്കിൽ രാവിലെ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങാൻ കഴിയാത്തവർക്ക് എന്താ റീസൺ എന്നറിയാവോ? അവര് എണീറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നേരത്തെ ഉണർന്നിട്ട്. അല്ല, നേരത്തെ ഉണരുന്നത് എന്തിനാണ് കൃത്യമായിട്ട് അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ പർപ്പസ്ഫുൾ ആണെങ്കിൽ യു വിൽ ബി എക്സൈറ്റഡ് ആൻഡ് റിഫ്രഷ്ഡ് വെൻ യു ആർ വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രഷ് ആയിരിക്കും. നിങ്ങൾ എക്സൈറ്റഡ് ടു അക്സെപ്റ്റ് ദാറ്റ്, റിസീവ് ദാറ്റ് ഡേ. ഇന്നത്തെ ദിവസത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ, വെൽക്കം ചെയ്യാൻ. കാരണം ആ ഒരു ദിവസം പോലും എന്താണ് അല്ലെ? ആ ഒരു ദിവസം പോലും എന്താണ്? യുണീക്കാണ്. ഓരോ ദിവസവും യുണീക്കാണ്, ഓരോ ദിവസവും ഫ്രഷ് ആണ്. നമ്മൾ ഓരോ വർഷം വരുമ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷെ ഓരോ ദിവസത്തെ പോലും നമുക്ക് ക്വാളിറ്റി ഉള്ളതാക്കാം, അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന എപ്പോഴാ? നമ്മുടെ ലൈഫിന് ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ്. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് നമുക്ക് ഒരു മൈൻഡ്ഫുൾനെസ്, ഓരോന്നിലും നമുക്ക് ആ മൈൻഡ്ഫുൾനെസ് കണ്ടെത്താൻ കഴിയപ്പോഴാണ് നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഉണ്ടാകുമ്പോഴാണ്. അതേപോലെ നമ്മുടെ ഉള്ളിലെ സ്ട്രെസ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ കടന്നു പോകുന്ന ചാലഞ്ചസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, വി ഹാവ് ക്വാളിറ്റി ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫ് എന്താണ്? ക്വാളിറ്റി ഉള്ളതാണ്. നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണോ നിങ്ങളുടെ ലൈഫിന്? നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രസന്റ് കണ്ടീഷനിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആണോ? ഒന്ന് പറഞ്ഞേ. അതെ, കംപ്ലീറ്റ്ലി ഗ്രേറ്റ്ഫുൾ ആണ്. യെസ്, ഗ്രേറ്റ്. താങ്ക് യു. നിങ്ങളുടെ സ്ട്രെസ്സിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇപ്പോഴും? ഓൾമോസ്റ്റ് ഏകദേശം കുറെ. ഏറെക്കുറെ. നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പും സപ്പോർട്ടീവ് ആണോ? അല്ല, മാറി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം, മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാനും അതിൽ സന്തോഷിക്കാനും പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഇപ്പൊ പറ്റുന്നുണ്ട്. അതേപോലെ അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ എന്തെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? എന്റെ പാഷൻ എന്താണ്? എന്റെ നിശ എന്താണ്? എന്റെ നിശ ഏരിയ എന്താണ്? എന്റെ പാഷൻ എന്താന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? നമ്മളെ പർപ്പസ് ഓഫ് ലൈഫ് ആണോ മാം ഉദ്ദേശിച്ചത്? എന്താണ് പർപ്പസ് എന്നുള്ളത്? പർപ്പസ് ഓഫ് ലൈഫ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ? കൺഫ്യൂഷൻ ആണോ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അതന്നെ. ഇപ്പൊ എന്തായാലും ഒരു നല്ല വേലാണ് പോകുന്നത്. കുറച്ച് ഇങ്ങനെ ക്ലാരിറ്റി വന്ന് പോകുന്നുണ്ട്. ഗ്രേറ്റ്. ഞാൻ ചോദിച്ചത് നമ്മുടെ പാഷനാണ് ഞാൻ ചോദിച്ചത്. എന്റെ നിശ ഏരിയ എന്താണ്? എന്റെ പാഷൻ എന്താണ്? അത് കണ്ടെത്താൻ പറ്റില്ലോ. പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ഫാത്തിമക്ക്? നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. യെസ്, നമുക്ക് ഇഷ്ടത്തോടെ ഏത് നട്ടപ്പാതിരക്കായാലും വിളിച്ചിട്ട് നീ ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാല് ആ ഉറക്കത്തെ പോലും, നമ്മൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന ഉറക്കത്തെ പോലും വകവെക്കാതെ നമുക്ക് എണീറ്റ് പോയിട്ട് യെസ് ഞാൻ ചെയ്തു തരാമെന്ന് വളരെ പ്ലസന്റ് ആയിട്ട് സന്തോഷത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതാണ് നമ്മുടെ പാഷൻ. ഏത് സിറ്റുവേഷനിലായാലും ഇല്ല, എത്ര ക്ലാരിറ്റി കിട്ടാനുണ്ട്, പാഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ SWOT അനാലിസിസ് ഒക്കെ നടത്തുമ്പോഴാണ് നമുക്ക് നമ്മൾ ഗോൾസെറ്റിംഗിലേക്കൊക്കെ പോയി ഒരു SWOT അനാലിസിസ് എന്ന് പറയും. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു അനാലിസിസ് നടത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിഷ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാഷൻ കണ്ടെത്താൻ പറ്റുക. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പാഷൻ കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴിയാണ്. നിങ്ങൾ എന്നൊന്ന് ആലോചിക്കുക, ഏത് നട്ടപ്പാതിരാക്കി വിളിച്ച് ചോദിച്ചാലും, ഏത് ഉറക്കത്തിലും ഒരു ഹെൽപ്പ് ഒരാൾ ഏത് ഏരിയയിൽ ചോദിച്ചാലാണ് എനിക്ക് പോയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക, മടിയില്ലാതെ അല്ലെ, ബുദ്ധിമുട്ടില്ലാതെ, മടുക്കാതെ, ഇഷ്ടത്തോടു കൂടി, സന്തോഷത്തോടു കൂടി
അല്ലെ നല്ല രീതിയിൽ ഏറ്റവും മികച്ചതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അതാണ് നിങ്ങളുടെ പാഷൻ. ആ പാഷനെ പ്രൊഫഷനും കൂടി ആക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നത്. മാത്രമല്ല പർപ്പസ് എന്ന് പറയുമ്പോൾ ഈ പാഷൻ നമ്മൾ ഇത് എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, ഞാനിത് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ, വൈ ഐ എം ഡൂയിങ് ദിസ്, ഞാൻ ഈ ഒരു ഞാനിപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എന്തിനാന്ന് കൃത്യമായിട്ടൊരു ധാരണ എന്റെ മനസ്സിലുണ്ട്. അതാണ് എന്റെ പർപ്പസ്. അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ നട്ടപ്പാതിരക്കും ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ സെഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ന സ്ഥലത്തൊരു സെഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ, കാരണം അതെന്റെ ഒരു പാഷനാണ്. ഇനി ഞാനിത് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനും കൃത്യമായ ആൻസർ എനിക്കുണ്ട്. അതാണ് എന്റെ പർപ്പസ്. അത് ആ പർപ്പസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഒരു ബെനിഫിറ്റ്, ഇത് ചെയ്തിട്ട് ഇതിലൂടെ എനിക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതിനേക്കാൾ ഈ കാര്യം ഞാൻ ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് എന്താണ് കിട്ടുന്നത്, ദാറ്റ് ഇസ് ദ പർപ്പസ്. പർപ്പസ് എപ്പോഴും അതാണ്. വൈ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അത് കംപ്ലീറ്റ്ലി നമുക്കും വേണം, നമുക്ക് വേണ്ടെന്നല്ല, 100% ഇത് എനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എനിക്ക് ഇന്നത് നേടാൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ യു ആർ നോട്ട് മീറ്റിംഗ് യുവർ പർപ്പസ്. പർപ്പസിനെ നമ്മളവിടെ മീറ്റ് ചെയ്യുന്നില്ല. അതേസമയം ഞാൻ ഇന്നത് ചെയ്യുന്ന സമയത്ത് എന്നിലൂടെ നടന്നു പോകേണ്ട എൻ്റെ ഈ സ്കില്ല് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എൻ്റെ സ്കില്ലിലൂടെ എനിക്ക് ഈ കഴിവ് തന്നത് കൊണ്ട്, ഞാൻ ഈ കഴിവ് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് ഇതിലൂടെ നടന്നു പോകേണ്ട ഒരു കാര്യം നടന്നു പോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പർപ്പസിനെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് അപ്പൊ നമ്മളെ ആ ഒരു പർപ്പസിനെ നമ്മൾ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും അത് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഞാൻ എണീറ്റത് ഇന്ന പർപ്പസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി, ഇന്ന ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് എണീറ്റത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും എങ്ങോട്ട് പോവില്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ചിന്തകളിലേക്കും ആവശ്യമില്ലാത്ത തോട്ട്സിലേക്കും പ്രവൃത്തികളിലേക്കും ഇമോഷൻസിലെ ആ ഒരു ഡീവിയേഷൻസിലേക്കൊന്നും നമ്മൾ പോകൂല. അവിടെ നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും നമ്മളോട് തന്നെ. എന്താണ് എൻ്റെ പർപ്പസ്, എൻ്റെ മിഷൻ, ഈ കാര്യങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ടാവും. അതേപോലെ ഇത് ആരിലേക്കാണ് പോണ്ടത്, അവിടെ നമുക്കൊരു കണക്ഷൻ കിട്ടും. അതിലൂടെ ഈ ലോകത്ത് എന്ത് മാറ്റാണ് സംഭവിക്കാൻ പോകുന്നത്, അതാണ് ആ കണക്ഷൻ ബിറ്റ്വീൻ യുവർ സെൽഫ്, അതേഴ്സ് ആൻഡ് ദ വേൾഡ്. നിങ്ങളിൽ നിന്നും നിങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരും അതിലൂടെ ആ ലോകത്തേക്കും അത് എന്താണ് കിട്ടാൻ പോകുന്നത്, അവിടെയാണ് നമ്മൾ ആ പർപ്പസിനെ മീറ്റ് ചെയ്യുന്നത്. ഇനി എന്നോട് ചോദിച്ചിട്ടുണ്ട് അല്ലെ, അനില മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമുക്ക് ആ ക്വാളിറ്റി ലൈഫ് കൂട്ടാൻ കഴിയും? ക്വാളിറ്റി ലൈഫ് കൂട്ടാൻ കഴിയും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്ന് ഈ ക്വാളിറ്റി ലൈഫ് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നിങ്ങളുടേതായ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? കാരണം എല്ലാവരും ക്രിയേറ്റീവ് ആണ്, എല്ലാവരും യുണീക്ക് ആണ്. ഇപ്പൊ ഞാൻ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചോദിക്കുന്ന പോലെ കുട്ടികളോട് ചോദിക്കും, കാരണം അവരുടെ തലയിൽ എന്തൊക്കെ ഐഡിയാസ് ഉണ്ട്, നമ്മൾ റെഫർ ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഒരുപാട് ഐഡിയാസ് അവരുടെ ഉള്ളിലുണ്ടാകും. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ക്വാളിറ്റി ലൈഫിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിനെ കൂടുതൽ ക്വാളിറ്റി ഉള്ളതാക്കാം? അനില മാം ഇവിടെ ഉണ്ട്. ഉണ്ട് മാം. എന്താണ് കേൾക്കാമോ? അനില അഭിപ്രായം എന്താണ്? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കേൾക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പാഷനിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് നമ്മുടെ ടൈമിനെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് മീൻസ് ആ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ, ആ പാഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ടൈമിനെ വേസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഒരു പരിധിവരെ നമുക്ക് എത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ക്വാളിറ്റി ലൈഫ് കൂട്ടാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അതെ, ഗ്രേറ്റ്. ഞാൻ പറഞ്ഞോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ ചിന്തകളാണല്ലോ നമ്മുടെ പ്രവൃത്തിയെയും എല്ലാം നയിക്കുന്നത്, വാക്കുകളെയും എല്ലാം നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് നന്നായിട്ട് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ചിന്തകളിൽ ക്വാളിറ്റി കൂട്ടുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ഗ്രേറ്റ്, കറക്റ്റ് ആണ് അല്ലേ?
ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് അല്ലെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ് ഡിസൈഡ്സ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് എന്നാണ്. നമ്മുടെ തോട്ട്സിന്റെ ക്വാളിറ്റിയാണ് നമ്മുടെ ചിന്തയുടെ അല്ലെങ്കിൽ ആ ചിന്തകളുടെ ക്വാളിറ്റിയാണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിയെ ഡിസൈഡ് ചെയ്യുന്നത്. കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ തോട്ട്സിനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പാഷനിൽ ഫോക്കസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതിന് പറ്റണം. എന്റെ ചോദ്യം ഇതാണ്, അനില മാമിന് എപ്പോഴും തോട്ട്സിനെ അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ടോ? അനില മാമിന് ആർക്കും പറയാട്ടോ, നമ്മുടെ തോട്ട്സിനെ ക്വാളിറ്റി ഉള്ളതാക്കാൻ നമുക്ക് എപ്പോഴും പറ്റാറുണ്ടോ? അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടോ? നമ്മുടെ തോട്ട്സിനെ ശ്രമിക്കാറുണ്ട്. പൂർണ്ണമായും വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ശ്രമിക്കാറുണ്ട്. സെൽഫിന് നല്ലോണം വർക്ക് ചെയ്യാനുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തോട്ട്സിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തോണ്ടാണോ അങ്ങനെ വരുന്നത്? നമ്മളെ തോട്ട്സ് ഇതാവുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തോണ്ട് മാത്രമാണോ? നമ്മൾ അത് എല്ലാത്തിലും അതിന്റെ ഒരു നല്ല വശങ്ങൾ കാണുമ്പോ നമുക്ക് എപ്പോ അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് മാക്സിമം നമ്മള് ചിന്തകളെ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നമ്മള് അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം. ഓട്ടോമാറ്റിക്കലി അങ്ങനെ കോൺഷ്യസ്ലി ചെയ്യണം. നല്ലൊരു കാര്യമാണ് ചിന്തകളെ അനലൈസ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഒരു ചിന്തയെ അല്ലെങ്കിൽ തോട്ട്സ് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കിടക്കാൻ പോകുന്ന സമയത്ത് ഇന്ന് ഞാൻ എന്തിനെ കുറിച്ചൊക്കെയാ ചിന്തിച്ചെന്ന് ആലോചിക്കാറുണ്ടോ? ആ ചിന്തകൾ നല്ലതായിരുന്നോ? അങ്ങനെ ആലോചിക്കുമെന്ന് ചോദിച്ചാല് എനിക്ക് ഈ നമ്മൾ അനുനിമിഷം മാറണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വം നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, എനിക്ക് ഈ ക്ലാസ്സിൽ മാമിന്റെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് എനിക്കതൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം മനുഷ്യരെല്ലാം വിഭിന്നമാണ്, അവരുടെ ചിന്തകളും എല്ലാം വിഭിന്നമാണ്. അപ്പൊ നമുക്ക് അതെനിക്ക് വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു പ്രൗഡ് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു കഴിവ്. മറ്റുള്ളവരുടെ അതുപോലെ തന്നെ ഓരോ ക്രിയേഷനും പിന്നെ സ്പെഷ്യലാന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതങ്ങനാണ്, അവരങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അംഗീകരിച്ചാലും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഓരോരുത്തർ എങ്ങനെയാണോ അത് ഓരോ സംഭവം എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ അംഗീകരിക്കാം. ഗ്രേറ്റ് ഇൻസൈറ്റ് ആണ് ഫാത്തിമ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരും യുണീക്ക് ആണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നത്തിങ് ഹാപ്പൻസ് ട്വൈസ്. ഒന്നും ഒരു തവണ സംഭവിച്ചിട്ട് പിന്നീട് മറ്റൊരു തവണ അത് ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഓരോരുത്തരിലും ഉള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഓരോരുത്തരും ഉള്ള കാര്യങ്ങൾ എന്താണ്, ഡിഫറെന്റ് ആണ്. നമുക്ക് അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കാൻ പറ്റണം. അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാല് അതിനുവേണ്ടി നിങ്ങളൊക്കെ ഒരുപാട് കോഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ടാകും. നമ്മുടെ മൈൻഡ് പവർ കൂട്ടാന്, ചിലർ മൈൻഡ് പവർ കൂട്ടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ സ്കിൽ പവർ നമ്മൾ കൂട്ടും. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ അല്ലാതെ പറഞ്ഞു കൃത്യമായിട്ട് ഇങ്ങനത്തെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി തന്നെയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ആ ക്വാളിറ്റി കൂട്ടാൻ തന്നെയാണ്. നിങ്ങളുടെ ഇന്റൻഷൻ, ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻ, എല്ലാത്തിനും പിന്നിലെ ഒരു ഇന്റൻഷനും കൂടി ഉണ്ടാവണം കേട്ടോ. നമ്മുടെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയും. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഉദ്ദേശശുദ്ധി നല്ലതല്ലെങ്കിൽ, പോസിറ്റീവ് അല്ലെങ്കിൽ, ഈവൻ ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പോലും ആ ഒരു ഇന്റൻഷനോട് കൂടി അല്ലെങ്കിൽ എനിക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയില്ല. അപ്പൊ അതും ആ ഒരു ഇന്റൻഷനാണ് ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ പറയാനുള്ളത്, നമ്മളുടെ ഇതിനു വേണ്ടി നമുക്ക് എന്താ കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് നമ്മുടെ ആ ക്വാളിറ്റി കൂട്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡ് പവർ ആണ്, നമ്മുടെ മൈൻഡിന്റെ പവർ ആണ്. നിങ്ങൾ പറഞ്ഞ തോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാനും പറഞ്ഞല്ലോ ക്വാളിറ്റി ഓഫ് തോട്ട് അല്ലെ. തോട്ടിന്റെ ക്വാളിറ്റി ഒരാളെ നമുക്ക് മനസ്സിലാവും അയാളുടെ തോട്ട് എങ്ങനെയാണ്, അയാളുടെ ലൈഫിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോഴും അയാൾ ചിലപ്പോൾ ഇന്നസെന്റ് ആയിരിക്കും, അയാൾ കുറ്റക്കാരനായിരിക്കില്ല. ഞാനിപ്പോ പറയാണ് നിങ്ങളോട്, ഒരാളുടെ ജീവിത നിലവാരം കണ്ടാൽ നമുക്ക് അയാളുടെ തോട്ടിന്റെ നിലവാരം മനസ്സിലാക്കാൻ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരാൾ എന്തെങ്കിലും ചാലഞ്ചസ് ലൈഫിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ തോട്ട് അങ്ങനെ ആയതുകൊണ്ടാ, അയാൾക്ക് എന്താ നല്ലോണം ചിന്തിച്ചൂടെ, അയാളുടെ മൈൻഡിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ അത്ര മോശമായതുകൊണ്ടാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അയാൾ ഇന്നസെന്റ് ആണ്.
അയാളുടെ തോട്ടിലൂടെ കടന്നു പോകുന്ന മൈൻഡിലൂടെ കടന്നു പോകുന്ന ആ ചിന്തകൾക്ക് അയാൾ പോലും ഉത്തരവാദി ആയിരിക്കില്ല. അതിന്റെ ഉത്തരവാദിത്വമൊക്കെ നമ്മൾ അന്വേഷിച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിനെയാണ് ഇവിടെ നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കോഴ്സിലൊക്കെ പറയുന്ന ഒരു കാര്യം, നമ്മളുടെ ചിന്തകളെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിന്തകളല്ല അവിടെ കാരണം. ചിന്തകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ചിന്തകൾ, അല്ലാതെ ഈ ചിന്തകൾ നിങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മനഃപൂർവ്വം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ് ഓർ നോ? ഇല്ല. മനഃപൂർവ്വം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളും തന്നെ ഇല്ല. പക്ഷെ വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ മൈൻഡിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ വില്ലനായിട്ട് വരുന്നത് നിങ്ങളല്ല, അതിന്റെ പിന്നിൽ കുറെ കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ അത് കണ്ടെത്തിയിട്ട് എന്താ പറയാ, നമ്മൾക്ക് നമ്മുടെ മൈൻഡിൽ ക്ലിയർ ആക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. നമ്മുടെ ലൈഫിൽ നിലവിൽ എന്തൊക്കെയാണോ ഉള്ളത്, പക്ഷെ ചില സമയത്ത് നമുക്ക് അതുപോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകും. അവിടെയാണ് നമുക്ക് ഈ ഒരു അവയർനെസ്സിന്റെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള അവയർനെസ് നമുക്ക് വേണ്ടത്. അത് മനസ്സിലായി കഴിയുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ഇൻസിഡന്റ് വരുമ്പോ തന്നെ, ഒരു തോട്ട് വരുമ്പോ തന്നെ, യെസ് ഇത് ഇന്നതുകൊണ്ടാണല്ലേ എന്നുള്ള ആ ഒരു അവയർനെസ് നമുക്ക് അവിടെ കിട്ടാണ്. അതേപോലെ തന്നെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള വിഷ്വലൈസേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് 2 കാര്യങ്ങളാണ്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഒന്ന് പിക്ചേഴ്സ് ആണ്, 2 എന്താണ്, ഫീലിങ്സ് ആണ്, ഇമോഷൻസ്. ഇത് രണ്ടും രൂപപ്പെടുന്ന എവിടെയാ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ചിത്രങ്ങളും ഇമോഷൻസും രൂപപ്പെടുന്ന എവിടെയാ? നമ്മുടെ മൈൻഡിലല്ലേ. എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ചിന്താരൂപത്തിൽ നമ്മുടെ മൈൻഡിലല്ലേ, പിന്നെയല്ലേ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ആ ഒരു നമുക്ക് ആവശ്യമില്ലാത്ത ചിത്രങ്ങൾ വരുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള സക്സസിനെ വിഷ്വലൈസ് ചെയ്യാൻ, നമ്മുടെ ക്വാളിറ്റി ലൈഫിനെ സക്സസ്ഫുള്ളി വിഷ്വലൈസ് ചെയ്യാൻ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിന് നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തണം. അതിന് നമ്മൾ SWOT അനാലിസിസ് ചെയ്യണം. വേണ്ടേ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ എനിക്ക് എന്റെ ലൈഫിന്റെ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അത്രയും പവർഫുൾ ആയിട്ടാണ്, അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ്, അത്രയും യുണീക്ക് ആയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടിട്ടുള്ളത്. പിന്നെ ഈ ക്വാളിറ്റിയിലെ മൈൻഡിന്റെ പവറൊക്കെ കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നല്ല മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ചിന്തകളും വരുമ്പോൾ പോലും യെസ് ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട് അല്ലേ, എന്തുകൊണ്ട് ഇത് വരുന്നു? അപ്പൊ അത് വരുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും, അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങൾ നല്ലതാവാനും, അതേപോലെ തന്നെ നമ്മൾ വിഷ്വലൈസേഷനിലൊക്കെ നല്ല പിക്ചേഴ്സ് കൊണ്ടുവരാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നല്ല അഫർമേഷൻസ് യൂസ് ചെയ്യുക. നല്ല അഫർമേഷൻസ് നമ്മൾ കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡിലേക്ക് അഫർമേഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമോ? കോൺഷ്യസ്ലി അല്ല, സബ് കോൺഷ്യസ്ലി അറിയാണ്ട് വരുമോ? അറിയാണ്ട് വരുന്നത് പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അഫർമേഷൻസ് പറഞ്ഞ എന്താ പറയാ, കോൺഷ്യസ്ലി നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അത് ഒരു മതിയോ? മാം നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആരെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുമെന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പൊ അതില് നമ്മുടെ ഈ ചെറുപ്പകാലത്തില് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് കയറിയ കാര്യങ്ങളൊക്കെ അതിനെ എഫക്റ്റ് ആവൂലേ? നമ്മുടെ ഇന്നർ ചൈൽഡിലുള്ള വൂൺസും കാര്യങ്ങളൊക്കെ അത് നമ്മള് ചിന്തകളെ. ഞാനത് പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യമല്ല, പക്ഷെ എന്നാലും ഫാത്തിമ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം.
അതായത് നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ വലിയ ഒരാളാണ് അല്ലേ? നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ വലിയ ഒരാളാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇടയ്ക്ക് നിങ്ങൾ കുട്ടികളെ പോലെ സന്തോഷം വരുമ്പോൾ പൊട്ടിച്ചിരിക്കാറില്ലേ? യെസ് ഓർ നോ? യെസ്. സഹിക്കാൻ പറ്റാത്ത സങ്കടം വന്നാൽ പൊട്ടിക്കരയാറില്ലേ? യെസ്. ഇടയ്ക്ക് കുട്ടികളൊക്കെ കഴിക്കുന്ന പോലെ അല്ലെ, ഒരു എന്താ പറയാ, ഒരു ലോലിപോപ്പ് ഒക്കെ കഴിക്കാൻ ഇഷ്ടം തോന്നാറില്ലേ? അല്ലെങ്കിൽ ഒരു കുട്ടികളെ പോലെ, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ കളിക്കാൻ തോന്നാറില്ലേ? അതേപോലെ ഒരു അല്ലെ, എന്താ പറയാ, ഒരു ഐസ്ക്രീം ഒക്കെ കുട്ടികൾ ആസ്വദിച്ച് കഴിക്കുന്ന പോലെ മറ്റുള്ളവർ കാണുമ്പോഴാണെങ്കിൽ നമ്മൾ വളരെ ഡീസന്റ് ആയിട്ടൊക്കെ കഴിക്കും. അതേസമയം ആരും കാണുന്നില്ല എന്നൊക്കെ തോന്നിയാൽ കുട്ടികൾ കഴിക്കുന്ന പോലെ ആസ്വദിച്ച് കഴിക്കാറില്ലേ? അതെ, നമ്മളും മക്കളും മാത്രം അവരെ തരത്തിൽ നമ്മളും ചെയ്യല്ലോ. തീർച്ചയായിട്ടും അവരുടെ കൂടെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും. ഇനി നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് ആരും ഇല്ലെങ്കിൽ, ആരും കാണുന്നില്ല എന്നൊക്കെ ഉറപ്പാണെങ്കിൽ ആ മഴയത്തൊക്കെ ഇറങ്ങി ഒന്ന് കുളിക്കാനൊക്കെ തോന്നാറില്ലേ? ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ആരും ഇല്ലെങ്കിൽ എന്റെ മോളെ സമ്മതിക്കാറുണ്ട്, ചെയ്തോ പറയും. ഗ്രേറ്റ്. എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഫാത്തിമ മാം? നമ്മുടെ ഒക്കെ ഉള്ളില് ഒരു കുട്ടിയുണ്ട്. ഒരു കുട്ടി മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു പാരന്റ് ഉണ്ട്, ഒരു കുട്ടിയുണ്ട്, പിന്നെ നല്ല പക്വതയുള്ള ഭാവം, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടി ഹാപ്പി ആണോ അല്ലേ എന്നുള്ളതാണ്. ആ കുട്ടി ഉണ്ട് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് എത്രത്തോളം സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന സംഭവത്തിന് എന്തെങ്കിലും കുട്ടിക്കാലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ട്, എന്തെങ്കിലും ട്രോമാറ്റിക് ഇൻസിഡന്റ് ഉണ്ടായിട്ട് അത് ഇപ്പോഴും ഉള്ളിൽ സഹിച്ചുകൊണ്ട് നടക്കുന്ന ആളാണോ അല്ലേ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് വരുന്നു പറഞ്ഞല്ലോ, ചിന്തകൾ പോലും അങ്ങനെ വരുന്നതാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നമുക്ക് ദിവസങ്ങൾ വേണം. നമ്മൾ 2 ദിവസം എടുത്തിട്ടാണ് നമ്മുടെ സെഷനിൽ നമ്മൾ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത്. 2 days അവയർനെസ് ആയിരുന്നു അത്. എന്തുകൊണ്ട്, ആരാണത്, അല്ലെങ്കിൽ അത് എങ്ങനെ വരുന്നു, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ ഫാത്തിമ പറഞ്ഞ പോലെ ആ ചിന്തകൾ നമുക്ക് വരുന്നത്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്, ബിക്കോസ് ഓഫ് ദാറ്റ് വൂണ്ട് ഓഫ് ദ ഇന്നർ ചൈൽഡ്. ആ ഇന്നർ ചൈൽഡിന് കിട്ടിയ വൂണ്ട്, ആ മുറിവുകള്, നമ്മുടെ ഉള്ളില് ആരും കാണാതെ സന്തോഷിക്കുന്ന, ആരും ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തെടുക്കുന്ന ആ ഇന്നർ ചൈൽഡ് സപ്രസ്ഡ് ആണ്. പല സാഹചര്യങ്ങളാലും ഇങ്ങനെ സപ്രസ് ചെയ്ത്, അതെന്താന്ന് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, കാരണം അത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താവും, ചില ആൾക്കാർ ഇമോഷണലി നമ്മൾ കാര്യത്തിന് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഹീൽ ചെയ്യണം. ഇല്ലെങ്കിൽ അത് ഒരു പ്രീ സെഷനിൽ ഞാൻ വന്നിട്ട് ഇന്നർ ചൈൽഡ് ഉണ്ട്, അത് ഭയങ്കര ഡേഞ്ചർ ആണ്, അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് അതൊരു ഫീലിങ്സ് ആവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒരു പ്രീ സെഷനിൽ കൂടുതലായിട്ട് പറയാൻ കഴിയില്ല. പറയുകയാണെങ്കിൽ അത്രയും സമയം എടുത്തിട്ട് അതിന്റെ അവയർനെസ് തന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് കയറ്റി തരണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബിക്കോസ് ഓഫ് ദാറ്റ് ആ ഒരു വൂണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെ പോലും, അവിടെയാണ് ഞാൻ പറഞ്ഞത്, കോൺഷ്യസ്ലി ഒരാളും നെഗറ്റീവായിട്ട് ചിന്തിക്കൂല. ബോധപൂർവം ഒരാൾ എന്ത് ചെയ്യൂല, നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട്, ചീത്തക്കാര്യം സംഭവിക്കുന്നതായിട്ട്, എന്നെ മറ്റുള്ളവർ കളിയാക്കുന്നതായിട്ട്, എന്നെ ആരും കൂട്ടാത്തതായിട്ട്, എന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ട്, എന്നെ മറ്റുള്ളവർ വഴക്ക് പറയുന്നതായിട്ട് ആരും ചിന്തിക്കൂല. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതായിട്ട്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തകൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അവരൊരു റോൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനെയും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്, അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. നമ്മുടെ അഫർമേഷൻസ്, നല്ല അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് നല്ല പവർ പൊസിഷനിൽ ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് കയറുന്ന രീതിയിൽ റിപ്പീറ്റഡ്ലി 1-2 ദിവസം ഒരു അഫർമേഷൻ എഴുതുക, അല്ലെങ്കിൽ ദിവസം ഒരു അഫർമേഷൻ പറയാന്നുള്ളതല്ല. നമ്മൾ ഏത് ഏരിയയിലാണോ നമുക്ക് ഒന്നുകൂടെ റെഡിയാക്കി വരാൻ, ആ ഒരു ഏരിയയിലുള്ള അഫർമേഷൻസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാതെ. അപ്പൊ ഇങ്ങനെ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്ത് മാറും, ലൈഫിന്റെ കോൾ. അങ്ങനെ ആകുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, യെസ് ഇതിനാണ്
ഞാൻ എണീറ്റത്, എനിക്കിത് ചെയ്യാനുണ്ട്. അപ്പൊ ഇത് മാത്രം പോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യണം. അനില മാമിന് എന്തുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ഒന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റിയ എന്തുകൊണ്ട്? അനില മാം പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ? ഫാത്തിമ മാം അതേപോലെ തന്നെ അനില മാം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റിയത്? അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്, പബ്ലിക്കില് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ? അനില മാം ലീവായി പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ പറ്റിയെന്ന് പറയാമോ? പോയിട്ടുണ്ട് തോന്നുന്നില്ലേ ആളെ കാണാൻ. ആദ്യം ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോ ഇതിനെപ്പറ്റി കുറച്ച് ഒരു അങ്ങനെ നമുക്കിപ്പം അതിനെ പറ്റി നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇതുപോലത്തെ കുറെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം സംസാരിച്ചത്. ആദ്യത്തെ ഞാനാണെന്നുണ്ടെങ്കിൽ സംസാരിക്കില്ല. അപ്പൊ ഈ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് എന്താ? ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എത്രയും ആളില്ലേ, 44 ആളുകളുണ്ട്, 44 ആളുകളുണ്ട്. തെറ്റിപ്പോവോന്നുള്ള ചിന്ത എന്തായാലും മൈൻഡിലുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പൊ മണ്ടത്തരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതുള്ള ചിന്ത ഉണ്ടാവുമായിരുന്നു. ഇനിയിപ്പം ഞാൻ പറയുന്നതാണോ കറക്റ്റ് അല്ലെങ്കിൽ അതല്ലേ, ഇപ്പം കറക്റ്റ് ആയാലും അല്ലെങ്കിലും പറയാ, നമുക്ക് അത് തിരുത്താലോ, നമുക്കറിയാം. തീർച്ചയായിട്ടും അതൊരു ക്വാളിറ്റിയാണ് അല്ലെ? അതൊരു നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിയെ, ദാറ്റ് അവയർനെസ്. ആ അവയർനെസ് മാത്രമല്ല, എനിക്ക് പറയാനുള്ള കോൺഫിഡൻസ്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. ഫാത്തിമ മാം പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ്. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചത് കൊണ്ട്, ഇതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റിയെ കൂട്ടണമെങ്കിൽ ബി എ ലൈഫ് ലോങ് ലേണർ. നമ്മൾ ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചോണ്ടേ, അല്ലാണ്ട് നമ്മൾ മുമ്പേ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് വീണ്ടും വീണ്ടും നിലവിലുള്ള സിറ്റുവേഷനിൽ തന്നെ അല്ലെ, ഒരു ചുഴിയിൽ ഇങ്ങനെ പെട്ട പോലെ നിലവിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുക. പുറത്തേക്ക് ഒരു മോചനം ഇല്ലാതെ അതിൽ തന്നെ അകപ്പെട്ട് പോകാതെ ഒരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കുക. മെയിനായിട്ട് ഇതൊക്കെ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല. ലൈഫ് ലോങ് ലേണർ ആയിരിക്കുക. നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു. പിന്നെ എങ്ങനെ കൺസിസ്റ്റന്റ് ആവാം, ഇത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പഠിക്കണം. മറ്റൊരു കാര്യം, മറ്റുള്ളവർ നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കലാണ്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ, മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം, ഇവിടെ ഇപ്പോ ഫാത്തിമ മാം കാണിച്ചത്, അനില മാം കാണിച്ചത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു സ്കില്ലാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയാം. മറ്റുള്ളവരുടെ മുമ്പിൽ അൺമ്യൂട്ട് മാത്രമല്ല, ക്യാമറയും കൂടെ ഓപ്പൺ ആക്കിയിട്ടാണ് സംസാരിച്ചത്. അവരെ ഫേസ് ചെയ്യാനുള്ള ഇവിടെ കുറച്ച് ആളുകളാണ്, കുറച്ച് പബ്ലിക് പ്ലാറ്റ്ഫോം തന്നെയാണ്. അവിടെ വന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് ഡെവലപ്പ് ആകുമ്പോൾ കൂടിയാണ് നമ്മുടെ ഒരു ലൈഫ്, നമുക്ക് അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഫുൾഫിൽഡ് ആണ്. അതേസമയം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആരും പറഞ്ഞില്ല, എന്നിട്ട് ഈ വെബിനാറൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഗിൽറ്റി ഫീലിംഗ്, ഒരു 2 വാക്കില്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് നോളേജ് ഉണ്ടാകും, അവിടെ ഒരുപാട് കാര്യങ്ങൾ അറിയണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് പറയായിരുന്നു, 2 വാക്ക് പറയാം, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് ഇത്രയും പോയിന്റ്സ് ഒക്കെ അറിയായിരുന്നു, പക്ഷെ ഒന്ന് സംസാരിക്കാമായിരുന്നു. അവിടെ നമ്മൾ ആ സ്കില്ല് പഠിക്കണം, എങ്ങനെ സംസാരിക്കാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് ഫേസ് ചെയ്ത് എങ്ങനെ സംസാരിക്കാം. അതൊരു സ്കില്ലാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് എന്ന് പറയും. അത് മാത്രമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞ നമ്മുടെ സെൽഫിൽ നമ്മൾ ഒരുപാട് അല്ലെ, നമ്മൾ ഒരുപാട് കെയർ ചെയ്യാം. നിങ്ങൾ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിന് നിങ്ങൾ ഉറങ്ങാത്ത സമയം, കൂടുതൽ സമയം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ ഒന്ന് പറയാമോ? ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യുന്ന കൂടുതൽ സമയം? നമ്മൾക്കുള്ള സമയത്തിന്റെ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയാ?
ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫാമിലിക്ക് വേണ്ടിയാ. പിന്നെ ഫ്രണ്ട്സായിട്ട് ചാറ്റ് ചെയ്യാൻ. നല്ല അടിപൊളി, സൂപ്പർ. ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ഇല്ല, വല്ലപ്പോഴും. വല്ലപ്പോഴും. നല്ല കാര്യ. ഫ്രണ്ട്സ് വേണം നമുക്ക്. ഞാൻ 24 മണിക്കൂർ എന്റെ ഫാമിലിക്ക് വേണ്ടിട്ടാ. കാരണം എന്റെതൊന്നും ചെയ്യാൻ കഴിയില്ല, അത്രക്കും തിരക്കാണ് ഇവിടെ. അതിൽ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, എനിക്കറിയാല്ലാന്ന്. ഞാൻ ആദ്യം അങ്ങനെ നമുക്ക് ഫുൾ എക്സ്ക്യൂസസ് ആയിരിക്കും നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ. അതിന് മാത്രം നമുക്ക് ടൈം ഉണ്ടാവില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഒരുപാട് നേരം കറക്റ്റ്. എന്നിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോ എന്താ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും, ആ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ചിലപ്പോ അത് നമ്മളെ മക്കളിൽ തീർക്കും. എല്ലാം നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമുക്ക് ഒന്നും ചെയ്തതൊന്നും കറക്റ്റ് അല്ലല്ലോ, നമ്മളൊന്നും ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ എന്താണ് ഫാത്തിമ മാമിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താ? എനിക്ക് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. സെൽഫ് ഈ പറഞ്ഞ പോലെ ലേണിംഗും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഈ സെൽഫ് ലവ് വേണം. സെൽഫിനോട് ലവ് ഇല്ലായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ എന്നെ കുറച്ചും കൂടി നല്ലോണം കെയർ ചെയ്യാനുണ്ട് എന്നുള്ളതൊക്കെ എപ്പോ തൊട്ട് എനിക്ക് വന്നോ അപ്പോഴാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ഒരു അവയർനെസ് ആണ്. എക്സ്ക്യൂസസ് നിർത്തി. ആദ്യം എനിക്ക് എന്റെ ടാസ്ക് ഒക്കെ ചെയ്യാൻ നമുക്ക് എന്തിപ്പോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാണെങ്കിൽ എന്നെ മോനുണ്ട്, എനിക്ക് എഴുതാൻ പറ്റൂല, എനിക്ക് എഴുതാൻ ടൈം ഇല്ല എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഈ എക്സ്ക്യൂസ് ഞാനങ്ങ് നിർത്തി. എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവേ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും വലിയൊരു ഇതാണ് ന്യായീകരണം അല്ലെങ്കിൽ എക്സ്ക്യൂസസ്. നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നീട്ടിവെക്കാൻ ഞാൻ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ന്യായീകരണം നിർത്തണം. നമുക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമാണ് ന്യായീകരണങ്ങൾ പറയാന്നുള്ളത്, എക്സ്ക്യൂസസ് പറയാന്നുള്ളത്. ആ ന്യായീകരണങ്ങൾ നിർത്തുന്നതോടുകൂടി നമ്മൾ എന്ത് കണ്ടെത്തും? നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ കണ്ടെത്താണ്. കാരണം ഈ ഒരു ചാലഞ്ചസ് ഇപ്പൊ ഇവിടെ ഫുൾ ടൈം ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന ആള് മനസ്സിലാക്കേണ്ടത്, ഈ ഫാമിലി ഇല്ലാത്തവരായിട്ടോ കുട്ടികളില്ലാത്തവരായിട്ടോ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ടാത്തവരായിട്ടോ ആരുമില്ല. അവിടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒറ്റൊരു കാര്യം. ഇവിടെ ഫാത്തിമ പറഞ്ഞൊരു കാര്യം എന്താണ്? പ്രയോറിറ്റൈസ്, കുറച്ചൊരു മുൻഗണന കൊടുക്കുക. ഈ സമയത്തില് കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള, മെന്റൽ ആയിട്ടുള്ള, ശ്രദ്ധിക്കണേ, നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ശരീരം, നമ്മൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു ബോഡി ഉള്ളതോ ആ ബോഡിയെ നമ്മൾ കെയർ ചെയ്യണ്ടേ, സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ആ താളത്തിനനുസരിച്ച് തുള്ളുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മളെ ഹാപ്പി ആക്കുന്ന രീതിയിൽ നിലനിർത്താൻ നമുക്ക് പറ്റണ്ടേ? നമ്മുടെ മെന്റൽ വെൽബീയിങ്, നമ്മുടെ മാനസിക അവസ്ഥ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ നമുക്ക് പറ്റണ്ടേ? അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തട്ടെ. ഇത് എപ്പോഴാ കണ്ടെത്തുക? ഇനി എപ്പോഴാ കണ്ടെത്തുക? ഇത് 9th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു പോയത്തിലുണ്ട്. ദിസ് കോഴ്സ് ഈസ് ഓൺലി ഫോർ വൺസ്, യു കാൻ റിപ്പീറ്റ് ഇറ്റ് ഇൻ സമ്മർ. ഈ ഒരു കോഴ്സ് ഒരേ ഒരു സമയത്തേക്കുള്ളതാണ്. ഒരേ ഒരു സമയത്തേക്ക്. ഈ കോഴ്സ് നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. ഏതാണ് ഈ കോഴ്സ്? ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാ. നമ്മുടെ ലൈഫ് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ്. നമുക്കത് പിന്നീട് കുറച്ച് തെറ്റിപ്പോയി, ഇനി എന്നാ ഞാൻ പിന്നെ പോയി ഒന്നുകൂടെ ജനിച്ചിട്ട് വരാം, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ, ഈ ഗോളൊക്കെ സെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഞാൻ മരിച്ചിട്ട് ഒന്നുകൂടെ ജനിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? നമ്മൾ ലൈഫ് ആഫ്റ്റർ ഡെത്ത് വേറൊരു തലത്തിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭൂമിയിൽ നമുക്ക് പോസിബിൾ ആണോ? അല്ല. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ സെൽഫ് കെയർ പ്രയോറിറ്റൈസ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോ നമ്മുടെ ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കോഴ്സിലൊക്കെ വന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെയിലി നമ്മൾ സേവേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. സേവേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ മെഡിറ്റേഷൻ വരുന്നുണ്ട്, അഫർമേഷൻസ് വരുന്നുണ്ട്, നല്ല വിഷ്വലൈസേഷൻ വരുന്നുണ്ട്, അഫർമേഷൻസ് വരുന്നുണ്ട്, ഈവൻ എക്സസൈസ് പോലും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആ ഒരു കോഴ്സിലുള്ള ആളുകൾ
ഇന്ന് ഞാൻ പേഴ്സണലി ഫീഡ്ബാക്ക് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞാണ് ഇപ്പൊ ഒരു 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 ഹാബിറ്റ് പോലെ, ഒരു റുട്ടീൻ പോലെ ഇപ്പൊ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. യെസ്, ദേ ആർ മീറ്റിംഗ് ദെയർ പേർപ്പസ്. അല്ലെങ്കിൽ അവർ റുട്ടീനിലേക്ക് വരുമ്പോൾ യെസ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്തെല്ലോ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്, എന്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്, ഫാമിലി ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇവിടെ ഇവർ സെൽഫ് കെയർ ചെയ്യുന്ന സമയത്ത് ദേ ആർ ഫീലിംഗ് സാറ്റിസ്ഫൈഡ്, ഒരു ഫുൾഫിൽമെന്റ്. അതാണ് ക്വാളിറ്റി ഉള്ള ലൈഫിന്റെ ഏറ്റവും വലിയ അടയാളം, ഫീലിംഗ് ഫുൾഫിൽഡ്. നമുക്കൊരു ആത്മസംതൃപ്തി, അൽഹംദുലില്ലാഹ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, എനിക്കൊരു സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ എന്നെ സപ്പോർട്ടൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്, എനിക്കൊരു ഹാപ്പിനെസ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ഫുൾഫിൽമെന്റ് വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് ക്വാളിറ്റി ഉള്ളതായി മാറുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തുടക്കത്തിലൊക്കെ ചില ആളുകൾക്ക് പറയും, ഇതൊന്നും ചെയ്തിട്ടൊന്നും, ഈ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ചെയ്തിട്ടൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനെ ബിലീവ് ചെയ്ത് നമ്മുടെ ഭാഗമാക്കി മാറ്റണം. അവിടെ വേറൊരു കാര്യം, നമ്മൾ നേരത്തെ നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചിട്ടില്ല, ആ ഒരു വില്ലനായിട്ട് വരുന്ന ഇന്നർ ചൈൽഡിനെ കുറിച്ച് പറഞ്ഞല്ലോ. വില്ലൻ എന്ന് പറയണ്ട കേട്ടോ, പാവാണ് ആള്, പാവാണ്. അപ്പോ അതുകൊണ്ടും നമുക്ക് ഇതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ ഒരു ക്വാളിറ്റി ലൈഫ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു പ്രോസസ്സാണ്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ വരണം. നമ്മുടെ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത, മൈൻഡ് പവറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വരണം, സ്കില്ലുമായിട്ട് റിലേറ്റ് ചെയ്ത. ഇപ്പൊ ഇവിടെ കണ്ട നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ തന്നെ എന്ത് വേണം, നമ്മുടെ പ്രയോറിറ്റി സെൽഫ് കെയർ, മൈൻഡ് പവർ വേണം, സ്കില്ല് വേണം, അതെ സെൽഫ് കെയർ വേണം. ഇതെല്ലാം കൂടെ വരുമ്പോഴാണ്, ഇതിലൂടെ മാത്രം, അല്ലാണ്ട് നമ്മൾ ഒന്നും നോക്കാതെ ഒരുപാട് പൈസ സമ്പാദിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിനെ ക്വാളിറ്റി ഉള്ളതാക്കാൻ കഴിയില്ല. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു കോഴ്സിലൊക്കെ കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു എന്താ പറയാ, ഹീലിയോ ലൈഫ്, അതേപോലെ തന്നെ ഫീലിയോ സോൾ ആൻഡ് ഡീലിയോ ലൈഫ് എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെ ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റ് അവർ കടന്നു പോകുന്നത് സ്ഥിരമായിട്ട് ഡെയിലി 5:30 വരുന്ന സമയത്ത് നോട്ട് ജസ്റ്റ് എ മെഡിറ്റേഷൻ, ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ മാത്രമല്ല, നല്ല പവർഫുൾ ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ, അവരുടെ ഗോൾസിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അഫർമേഷൻസും വിഷ്വലൈസേഷനും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ നമ്മൾ അങ്ങനെ കടന്നു പോയത് കൊണ്ടായിരിക്കാം ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച ഫാത്തിമ മാമിന് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു. അതേപോലെയാണ്, അതേപോലെ നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ട് വേറെ ആരെങ്കിലും വന്ന് ചെയ്യുമോ? നിങ്ങൾ പറ, നിങ്ങൾ ഈ ജോലി ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും വർക്ക് ചെയ്യുന്നത് പറയുന്ന അവരതിന്റെ ഒരു ബെനിഫിറ്റ് എടുക്കുക എന്നല്ലാതെ അവർക്ക് നമ്മൾ സ്നേഹമൊക്കെ ഉണ്ടിട്ട്, പക്ഷെ അവർക്കും അറിയില്ല, പാവങ്ങൾക്ക് അറിയില്ല. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച എന്റെ ജീവിതം തീർത്ത് അവര് കാരണമാണ്, അല്ലെങ്കിൽ ഇവര് കാരണം, ഒരിക്കലും അത് ചെയ്യരുത്. മാം ഇപ്പൊ പറഞ്ഞൊരു കാര്യല്ലേ, ഒരു ഇത് കണ്ടിട്ടുണ്ട്, നവ്യ നായർ ഒരു ഇന്റർവ്യൂല് അവര് പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മള് മക്കൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ഒരു സമയത്തിൽ അവര് തന്നെ തിരിച്ച് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് അത് ചെയ്തുകൂടായിനോ എന്നൊരു ചോദിക്കും എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. തീർച്ചയായിട്ടും. അപ്പത്തേക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ, ആർക്ക് വേണ്ടിയാ ഒന്നും ചെയ്യാതിരുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ, നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ തന്നെ സ്വന്തം ചെയ്യണ്ടേ എന്നുള്ളത്. യെസ്, എന്തുകൊണ്ട് ചെയ്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും അവര് ചോദിച്ചാലും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് തോന്നും, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ ഗിൽറ്റി കോൺഷ്യസ് ആവാതെ അതിനു മുമ്പേ ഇപ്പൊ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എന്റെ ലൈഫിനെ ക്വാളിറ്റി ഉള്ളതാക്കാൻ, എന്റെ മനസ്സിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഫുൾഫിൽമെന്റ് കൊണ്ടുവരാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ റെഡി ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ട്. അതിലെന്തെങ്കിലും അല്ലെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞങ്ങൾ എന്നല്ല, നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ അത് ചെയ്തു തരാൻ പറ്റുന്ന ആളുകൾ അതിന്റെ ഹെൽപ്പ് ചോദിക്കുക. അത് എവിടെ കിട്ടുന്ന നിങ്ങൾ അന്വേഷിച്ച് പോവുക. ഹൂ ക്യാൻ ഹെൽപ്പ് മീ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഞങ്ങൾ എപ്പോഴും പറയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടത്, ഞാൻ എന്താണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് അങ്ങനെ റിമൂവ് ചെയ്യേണ്ടത്, എന്താണ് ലാസ്റ്റ് ആർക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, ആർക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഈ ചോദ്യങ്ങൾ ചോദിക്കുക. എന്തിനാ അതിന്റെ ഒരു ആൻസർ കണ്ടെത്തിയിട്ട് ഗോ ഫോർ ദാറ്റ് സൊല്യൂഷൻ.
ഇഫ് യു ആർ ഏബിൾ ടു മേക്ക് ഇറ്റ് യുവർ സെൽഫ്, യു ക്യാൻ ഡു, ഗോ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പൊ ഇത് ചെയ്യാതെ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടോ, എന്തായാലും ക്വാളിറ്റി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ മൈൻഡിൽ നമ്മൾ വർക്ക് ചെയ്യാനുണ്ട്, നമ്മുടെ സ്കില്ലിൽ നമ്മൾ വർക്ക് ചെയ്യാനുണ്ട്, നമ്മുടെ സെൽഫിൽ അല്ലെ, നമ്മൾ സെൽഫ് കെയർ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി. അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ശരിക്കും നമ്മുടെ പർപ്പസിനെ മീറ്റ് ചെയ്യാനും SWOT അനാലിസിസ് നടത്താനും നമ്മുടെ എന്താ പറയാ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഒക്കെ നമുക്ക് പറ്റും, ഫോക്കസ്ഡ് ആവാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ചെയ്യണം. എങ്ങനെയായാലും എവിടെ നിന്നായാലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുക. ഒരു ഡിസിഷൻ, യെസ്, ഐ ആം റെഡി ടു ട്രാൻസ്ഫോം മൈ ലൈഫ്. I am ready to create a quality life. ഞാൻ എൻ്റെ ജീവിതം നിലവാരമുള്ളതാക്കി മാറ്റാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ഐ ഡിസൈഡഡ്, ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക, ഉറച്ചു വിശ്വസിക്കുക. ഐ ബിലീവ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് കഴിയും. നിലവാരമുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതം ഓരോ നിമിഷവും നിലവാരമുള്ള അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ലൈഫിലേക്ക് ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിന്റെ നിലവാരം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മാനസിക സംതൃപ്തി, എൻ്റെ ശരീരത്തിന്റെ ആരോഗ്യം, എൻ്റെ തോട്ടിന്റെ ക്വാളിറ്റി, എൻ്റെ ചിന്തയുടെ ക്വാളിറ്റി, ഈ ചിന്തയിലൂടെ എന്നിലേക്ക് കടന്നു വരുന്ന ആളുകൾ, ഇതെല്ലാം എൻ്റെ ലൈഫിന്റെ ക്വാളിറ്റിയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതെനിക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അതിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിനു വേണ്ട സിറ്റുവേഷൻസ് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ രീതിയിൽ അഫർമേഷൻസ് കൊടുക്കുക, അതിൽ വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് പറ്റുമെന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുക. ഓൺ ദാറ്റ് നോട്ട് സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, നമ്മളെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിൽ നമ്മളൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ എൻ്റെ ലൈഫിൽ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ പരീക്ഷിച്ച കാര്യങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ നമ്മുടെ കോഴ്സിലാണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച കാര്യങ്ങളാണെങ്കിലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ട് ഇവിടെ, നിങ്ങൾ കാണുന്നുണ്ടാവും. എൻ്റെ പാർട്ട്ണർ നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാവരും ഉറങ്ങിപ്പോയോ? അല്ല, കുറച്ചാളുകൾ മാമാണോ? മാം അല്ലേ. ഓക്കെ. അപ്പൊ നമ്മള് അല്ലെ, ഈ മോർണിംഗ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഞങ്ങൾ പരീക്ഷിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത ആ കാര്യങ്ങളെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അത് ഒരിക്കലും ഞാൻ എന്താ പറയാ, ഒരു ഫോൾസ് പ്രോമിസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് തരില്ല. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് അസിസ്റ്റൻസ് തന്നെ പേഴ്സണലായിട്ടോ അല്ലാതെ കോഴ്സ് ത്രൂ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാം. അപ്പൊ അതും കൂടെ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദിസ് വീക്ക് തേഴ്സ്ഡേ അല്ലേ ലൈല? തേഴ്സ്ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹീലിംഗ് കോഴ്സിന്റെ നമ്മുടെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ഹീൽ ഫീൽ ഡീൽ, നമ്മുടെ ഇന്നർ സോളിനെ ഹീല് ചെയ്ത് നമ്മളെ തന്നെ ഹീല് ചെയ്ത് നേരത്തെ പറഞ്ഞ ഇവിടെ ഫാത്തിമ ചോദിച്ചിട്ടുള്ള ഇന്നർ ചൈൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ വർക്കിങ്ങും കാര്യങ്ങളും അഫർമേഷൻസും വിഷ്വലൈസേഷനും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ ഒരു കോഴ്സ് നമ്മളെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഈ കോഴ്സിൽ. തീർച്ചയായിട്ടും ഞാൻ 7 സെഷൻ പറഞ്ഞിട്ട് 8 സെഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനിയും ആ ഇന്നർ ചൈൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൂടെ കൊടുക്കാനുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന നമ്മളൊരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു ഈ മോർണിംഗ് 5:30 എന്തോ
ഇതുണ്ടാവും. അതെ, അത് ഈ കോഴ്സിന്റെ ഭാഗമാണ്. 8 അല്ല, ലൈവ് അപ്പൊ നമ്മള് പറയാം. 8 എബ്രോഡ് ഉള്ള ആൾക്കാർക്ക് അത് 5:30 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഏർലി മോർണിംഗ് ആയിരിക്കും അല്ലെ? 4 o'clock ആയിരിക്കും അല്ലെ? 4 o'clock അല്ല, ഞങ്ങൾക്ക് ഇവിടെ 3 o'clock ആയിരിക്കും. 4-5. എബ്രോഡ് ഉള്ള 2 പേര് ഓൾറെഡി ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരാൾ മെഡിറ്റേഷൻ മിസ്സായാലും നമ്മളങ്ങനെ അവർക്ക്, പക്ഷേ നമ്മൾ ഈ അഫർമേഷൻസ് എഴുതുന്നതും റെക്കോർഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇവിടെ ഗ്രൂപ്പിൽ കൊടുക്കും. മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കും, അവർക്ക് പേഴ്സണലായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും. പിന്നെ 8 ലൈവ് സെഷനാണ്. 8 ലൈവ് സെഷനും അതേപോലെ തന്നെ 21 ഡേയ്സ്. 21 ഡേയ്സ് ആയിരിക്കില്ല, നമ്മൾ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മെഡിറ്റേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. ആ 21 ഡേയ്സ് ആണ് നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സേവേഴ്സ് ആയിട്ട് തന്നെ അഫർമേഷൻസും കാര്യങ്ങളും വിഷ്വലൈസേഷനും എക്സസൈസും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈ ഒരു അതാണ് 5:30 ഉള്ളത്. അപ്പൊ അതില് ജോയിൻ അതൊരു ചെയ്യാനാണ്. ഹാബിറ്റ് ക്രിയേഷൻ കൂടിയാണ്. ഗോൾ സെറ്റിംഗും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പാഷനൊക്കെ കണ്ടെത്താൻ, SWOT അനാലിസിസ് ഒക്കെ നടത്താൻ വേണ്ടി കൃത്യമായ, എന്നോട് ഇന്ന് ഞാൻ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു പേഴ്സണൽ ഫീഡ്ബാക്ക് ആണ്, ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയി പോയി നിങ്ങളുടെ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് അല്ലേ, വളരെ വൈഡായി ഒരു വല്ലാത്തൊരു തരത്തിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടായി പോയി. ഞങ്ങൾക്ക് ശരിക്കും കൺഫ്യൂഷൻ ആയിന്ന് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നില്ല, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്. അത് വീണ്ടും വീണ്ടും റെക്കോർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്. നമ്മളൊരു ഫിനാൻഷ്യലിനെ മാത്രം ഇതാക്കിയിട്ടല്ല, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ലൈഫിന്റെ എല്ലാ അപ്പൊ ഗോൾ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ടല്ലേ എന്ന്. അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ഗോൾ സെറ്റിംഗ് കൂടെ നമ്മൾ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം ജോയിൻ ആവുന്ന, അതിലേക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ജോയിൻ ആവുന്ന 10 പേർക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ ഈ ഒരു സെഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, അതുകൂടെ മറന്നുപോയിട്ടോ, ഞാനിതില് നമ്മുടെ മൈൻഡ് പവർ കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക്, അവയർനെസ് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ആ അവയർനെസ് ഒഴുകി പോയാൽ പോയി. അത് നമ്മൾ ഡെയിലി അത് കേട്ടോണ്ടിരിക്കണം. പിന്നെ നമുക്ക് അതിൽ സപ്പോർട്ടീവ് ആയിട്ട് വരുന്ന സംഭവമാണ് തെറാപ്പി. അതിൽ നമ്മൾ EFT തെറാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്, ഹീലിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. ഈ ടൈം ആണോ EFT കൂടെ ഉൾക്കൊള്ളി 8 മണിയാണ് കോഴ്സിന്റെ ടൈം. അതും വളരെ ഒരുപാടില്ല, ഈ എല്ലാ കാര്യങ്ങളും കൂടെ വരുമ്പോ ഉൾക്കൊള്ളുന്ന ഒരു ഫീസ് അല്ല നമ്മളെ ഫീസ്. ചാറ്റ് ബോക്സിൽ കാണാം, ഇതാണ് നമ്മളെ കോഴ്സ് ഫീസ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 2,999, അത്രയും കുറഞ്ഞൊരു ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു ഗോൾ സെറ്റിംഗ് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ നമ്മൾ അവയർനെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചിന്തകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു അവയർനെസ്സിലല്ല, അതിന്റെ ഈ ചിന്തകൾക്ക് പിന്നിൽ പോലും ഞാൻ പറഞ്ഞു, അതൊരു ഈ ഒരു സെഷൻ കൊണ്ട് എനിക്ക് എടുത്താൽ തീരൂല. അത് പറയണമെങ്കിൽ 2 ഡേയ്സ് വേണം. എന്തുകൊണ്ട് ഈ ചിന്തകൾ എന്നുള്ളത്, ഈ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്നത് ആരാണ്, എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ആവാം. ഫസ്റ്റ് ജോയിൻ ആവുന്ന ആൾക്ക് നമ്പർ ചാറ്റ് ബോക്സിൽ കണ്ടില്ലേ, അതൊന്നുകൂടെ വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഇടാം കേട്ടോ. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാം നമ്പർ. നമ്മളെ ഗ്രൂപ്പിൽ ഉണ്ടാവൂലേ? നമ്മുടെ ഗ്രൂപ്പിലുണ്ടല്ലേ, ഗ്രൂപ്പിൽ അഡ്മിനെ കണക്ട് ചെയ്താൽ മതി. ഇതാ വീണ്ടും ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്നാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണേ? കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹീലിംഗ് കോഴ്സ് ആണോ അതോ പബ്ലിക് സ്പീക്കിംഗ് ആണോ? അതെ, രണ്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. പബ്ലിക് സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേഴ്സ്ഡേ ആണ്, മറ്റന്നാള്. ഹീലിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണോ? അല്ല, അതും ഇത്തവണ സ്പെഷ്യൽ ബാച്ച് ആണ്. അതിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് 3,000 ആണ്. ഓക്കെ. അപ്പൊ മറ്റേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷെ കോഴ്സിന് മുമ്പേ നിങ്ങൾക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കോഴ്സിന് മുന്നേ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡേറ്റ് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഈ ഒരു സെഷൻ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷന് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജോയിൻ ആവാം. എന്താണ് സിയാദ്?
ഫീസ് വളരെ കുറവാണല്ലോ ഇങ്ങനെയുള്ള ഒരു കോഴ്സായിട്ട്. ഫീസ് വളരെ കുറവാണ്. കാരണം നിങ്ങൾക്കത് ഇവിടെ ഉണ്ടാവും നമ്മുടെ സ്റ്റുഡൻസ്. അവരെന്നെ കാരണം പറയും, പടച്ചോനെ ഇത്രപാട് സാധനങ്ങളോ, ഒരു കൊട്ട അതെന്താന്ന് സാധനങ്ങൾ. അറിയാവോ ഫിയാദ്ക? നമ്മൾക്ക് മാക്സിമം മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഒരു ഞാനുമായിട്ട് കണക്ട് ചെയ്ത ആളുകളെ വെച്ച് ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹൗസ് വൈഫ് അതേപോലെ തന്നെ ലേഡീസ് അവരിലെ എല്ലാവരും ഏൺ ചെയ്യുന്നവരല്ല. അവർക്ക് ഇതുപോലൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വലിയൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ അപ്പൊ വലിയൊരു കോഴ്സ് ഫീസ് എന്ന് പറയുമ്പോൾ അതവർക്ക് തീർച്ചയായിട്ടും, പക്ഷെ അവർക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ചെയ്യണമെന്ന്. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മുടെ ഒരു എഫേർട്ടിനെയും കൂടെ മാനിച്ചുകൊണ്ടാണ് ഈ ഒരു ഫീസ് തന്നെ. അപ്പോ അവർക്ക് ചെയ്യാൻ പറ്റണം. മെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു വിഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു, കാരണം അവർക്ക് ആ ഒരു ഏണിംഗ് ഇല്ലാത്തവര് എല്ലാവരും ഇപ്പൊ ഏണിംഗ് ഉള്ളവരല്ലല്ലോ. അവർക്ക് ചിലപ്പോൾ ഒരു എമൗണ്ട് എന്നൊക്കെ, പക്ഷെ ഈ ഒരു എമൗണ്ട് ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇന്റൻഷനും കൂടി ഉണ്ട്. അവർക്കും ഈ ഒരു ഇത് വലിയ ഫീസ് ആയതുകൊണ്ട് മാറി നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ ഇങ്ങനെ ഒരു കോഴ്സിന് ഈ പറഞ്ഞ പോലെ ചേർക്ക പറഞ്ഞ പോലെ നമ്മളിപ്പോ 2 days ഗോൾ സെറ്റിങ്ങിന് പോയാൽ തന്നെ, അതേപോലെ തന്നെ അവയർനെസ് ആണെങ്കിലും EFT ടാപ്പിംഗ് ആണെങ്കിലും അതേപോലെ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയാലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും എക്സ്പെൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇതൊരിക്കലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി പോവാതെ ഇതെല്ലാവർക്കും കിട്ടണം, എല്ലാവരിലേക്കും എത്തണം. അതാണ് ഞങ്ങളുടെ ഒരു ഇന്റൻഷൻ. അതുകൊണ്ടാണ് ഈ ഒരു ഫീസ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഗോളിനൊരു സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ഫീസ് മേടിക്കണ്ടേ. നമ്മളെ വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്യുമല്ലോ. ഞങ്ങളെ കുറിച്ചാണോ? നമ്മള് എന്താണ് സാർ നിങ്ങളെ വിത്തരം ഉണ്ടാക്കല്ലേ? നമ്മൾ 1 കോടി രൂപയുടെ ഗോള് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞാല് സിയാക്ക, കൊടുക്കാലോ അതിന് ഫ്രീ വേറൊരു ആയിട്ട്. കാര്യമുണ്ട്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് ഒറ്റയടിക്ക് അതിലേക്ക് എത്തല്ലല്ലോ. നമ്മൾ ഗ്രാജുവലി നമ്മളിപ്പോ ഓരോ മന്തിനും ഓരോരോ പെട്ടെന്ന് നമ്മളിപ്പോ ആദ്യം തന്നെ ഇത്ര എമൗണ്ട് ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള ആളങ്ങോട്ട് ഏറ്റെടുക്കൂല. ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ പ്രോസസ്സ് ഉണ്ട്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആദ്യം ഇത് ഏൺ ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരാൾക്ക് ഒരു യെസ്, കുഴപ്പമില്ല അല്ലേ, ഇതിലേക്ക് എത്തിയിട്ടുണ്ട്, അപ്പൊ നെക്സ്റ്റ് ടൈം നല്ല രീതിയിൽ വരും. അങ്ങനെ വരുമ്പോ ഇവിടെ ഉള്ളവർ ശ്രദ്ധിച്ചോളാം, ചിലപ്പോ നമ്മളെ ഫീസൊക്കെ ഒന്ന് കൂട്ടിന്നൊക്കെ വരും കേട്ടോ. അത് സിയാർക്ക പറഞ്ഞിട്ടല്ല, വളരെ ബ്രോഡായിട്ട് ചിന്തിക്കുന്ന സമയത്ത്. അല്ല, കമ്പാരിറ്റീവ്ലി ഫീ കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഷുവർ ഇറ്റ് ഈസ്. അത് ജോയിൻ ചെയ്തവർക്കൊക്കെ മനസ്സിലാവും. ഇറ്റ് ഈസ്. എന്റെ നാട്ടിലുള്ള എന്റെ ഒരു ഫ്രണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ പുള്ളിയുടെ കയ്യിൽ ആകപ്പാട് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ആകപ്പാട് 1 lakh പുള്ളിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. 3 വർഷമേ ആയുള്ളൂ. 1 lakh അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ്. അദ്ദേഹം ചെയ്തതെന്ന് അറിയാം, അനിൽ ബാലേന്ദ്രൻ സാറിന്റെ ഒരു ട്രെയിനിങ്ങിന്, ഒരു സിറ്റിങ്ങിന് 2 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ഫീസ്. അദ്ദേഹമായിട്ട് 2 മണിക്കൂർ സംസാരിക്കാൻ. ബാക്കി 1 ലക്ഷം രൂപ കൂടെ കടം മേടിക്കുന്നതാണ് അദ്ദേഹം ആ സിറ്റിങ്ങിന് വേണ്ടി പോയത്. ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന പൈസയാ. 2 ലക്ഷം രൂപ കൊണ്ട് അദ്ദേഹം പോയി. ഇന്ന് അദ്ദേഹം ഈ വർഷം അദ്ദേഹത്തിന്റെ ടേൺ ഓവർ എത്ര അറിയാം? 22 കോടി രൂപ. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടൈം മാത്രമല്ല, നിങ്ങൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഫ്രീ സെഷൻസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ആ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്ന നമ്മളൊരു കോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലെ, ഞാൻ ഇതിനു വേണ്ടി പണം മുടക്കിയിട്ടുണ്ട്, അപ്പൊ ഇത് എന്റെ ഈ ഒരു കാര്യം. അപ്പൊ അത് ഒരു സ്ട്രക്ചേർഡും കൂടി ആവുന്ന സമയത്ത്, കൃത്യമായ സ്ട്രക്ചറിലൂടെ സെഷൻ വൈസും ഈ മോർണിംഗ് പ്രാക്ടീസും കൂടെ ഒക്കെ പോകുന്ന സമയത്ത് അങ്ങനെ നമുക്കത് നമ്മുടെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ സ്ഥലത്ത് വെച്ച് കൃത്യമായിട്ട് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മൾ പല്ല് തേക്കുന്നൊക്കെ നമ്മുടെ ഹാബിറ്റ് അല്ലേ, അതേപോലെ നമുക്ക് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ആ ഹാബിറ്റ് ക്രിയേഷൻ ഒക്കെ നമ്മുടെ കോഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയാനുള്ളത്, അതുവരെ ഞാനൊരു മാമിനെ എക്സ്ക്യൂസ് ചെയ്തതിന് സോറി. പക്ഷെ ഒരു കാര്യം ഇത് ജോയിൻ ആവുന്നവരോട് പറയാനുള്ളത്, നമ്മൾ എന്ത് കോഴ്സിലും ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ സെൽഫിൽ അത്രയും വർക്ക് ചെയ്യും, നമുക്ക് അത്ര ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും.
അല്ലെങ്കിൽ ഇത് ഒരു പരീക്ഷണാർത്ഥം ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാലോ എന്നുള്ള അത് മാത്രം പോരാ. നമുക്ക് തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. അതിപ്പോ യെസ് ഏത് കോഴ്സിലാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ എക്സ്ക്യൂസും കാര്യങ്ങളും കൊണ്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാനതിന് ജോയിൻ ചെയ്തു, പക്ഷെ എനിക്കൊരു മാറ്റം ഉണ്ടായില്ല എന്നുള്ള റീപ്ലൈ യെസ് മാത്രമേ അവിടെ കിട്ടുള്ളൂ. യെസ് അത് നമ്മൾ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലെ കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ കൂടെ വരൂ. ഇൻഷാല്ലാ നോക്കട്ടെ. എന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ എന്നെ പറയണം. നിങ്ങളുടെ പേരെന്താ? ഒന്ന് പേര് പറയാം. ഐഫോൺ ഞാൻ കാണുന്നത്. ഐഫോണിന്റെ റസിയ. പേര് റസിയ മാം. ഓക്കെ, റസിയ മാം നമ്മുടെ കൂടെ വരൂ. യു ആർ വെൽക്കം. എന്നിട്ട് നിങ്ങൾ അല്ലേ ഇതൊക്കെ എന്താ പറയാ ക്യാമറ ഓൺ ചെയ്തിട്ട് നിങ്ങൾ പറയും. പറയണം. ഗോള് സെറ്റ് ചെയ്തിട്ട്. ഗോൾ മാം ചെയ്തിട്ട് അതിനായിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ. ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. എക്സ്ക്യൂസില്ല. ഓക്കെ, അടുത്ത ഭാഷിത മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അഫ്സത്ത് മാമേ ഒരു 1 month ആണോ കോഴ്സ്? കോഴ്സിന്റെ ഡ്യൂറേഷൻ കോഴ്സ് 8 ലൈവ് സെഷൻ ആണ്. പിന്നെ നമുക്ക് 21 days ആണ് ആക്ടിവിറ്റി ഓറിയന്റഡ് മെഡിറ്റേഷൻ. സേവേഴ്സ് പ്രാക്ടീസ് എന്ന മോർണിംഗ് ഇതിലുണ്ടാവാം. പക്ഷെ അത് കഴിഞ്ഞാലും മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ലൈഫ് ടൈം ഉണ്ടാവും. ഓക്കെ മാം, താങ്ക് യു. കോഴ്സ് പഠിക്കുന്നവർക്ക് ഭയങ്കര നേട്ടമാണല്ലോ. അതിനെക്കുറിച്ച് ഏതാണ്ട് ഐഡിയ ഉള്ള ആളാണ് സിയാദ്ക്ക് അറിയാം ഇതിൽ എന്തൊക്കെ ഉണ്ടാവും. പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്ന ആളുമാണ് സിയാദ്ക്ക. അതുകൊണ്ട് കൃത്യമായിട്ട് എന്റെ കോഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയാവുന്ന ആളാണ്. എന്തായാലും തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാവും എന്ന് പറയുന്ന കേട്ടില്ലേ? തീർച്ചയായിട്ടും നേട്ടം ഉണ്ടാവും. അതെ. അപ്പോ ഇനി വേറൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇനിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. യെസ്, Thank you, ma'am. താങ്ക് യു. Thank you, Rosina. Thank you. താങ്ക് യു.